ഹലോ ഗൈസ്, നമുക്ക് ഗോൾഡിൽ ഇന്നത്തെ ഒരു അനാലിസിസിലേക്ക് കിടക്കാം. ഞാൻ ബേസിക്കലി ട്രേഡ് ചെയ്യുന്ന ക്യൂമൽ പാറ്റേൺസിലാണ്. 5 മിനിറ്റ്സ് ആൻഡ് 15 മിനിറ്റ് ക്യൂമൽ പാറ്റേൺ, 30 മിനിറ്റ്സ് നോക്കാറുണ്ട്. അപ്പം ഇന്ന് 22 ജാനുവരി നമുക്ക് 15 മിനിറ്റ് ക്യൂമൽ പാറ്റേൺസ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കിട്ടിയ 5 മിനിറ്റ് ക്യൂമൽ പാറ്റേൺ ആണ്. സോ ആ ക്യൂമൽ പാറ്റേൺ ഫോം ആയത് ഏരിയ ബേസ്ഡ് ആയിട്ടാണ്. അതായത് ഒരു ഏഷ്യ സെഷൻ്റെ ലോയിൽ തന്നെയാണ് അത് ഫോം ആയത്. സോ അത് കുറച്ചുകൂടെ പ്രോബബിലിറ്റി കൂടിയ ട്രേഡ് നമുക്ക് കിട്ടുന്നു. ആ ഒരു ലോ കൂടെ ഉള്ളതുകൊണ്ട്. ബട്ട് എന്താണ് ക്യൂമൽ പാറ്റേൺ എന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒരു ക്യൂമൽ പാറ്റേണിൻ്റെ ഒരു ഇത് വരച്ചു തരാം. മാർക്കറ്റ് താഴേക്ക് വരുന്നു, ഒരു ലോ ഫോം ചെയ്യുന്നു, ജസ്റ്റ് പിന്നെയും മുകളിലേക്ക് പോകുന്നു, എഗെയിൻ ആ ലോ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരു ലോവർ ലോ ഫോം ചെയ്യുന്നു. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും ആ ഹയർ ലോ ബ്രേക്ക് ചെയ്ത് ആ ലോവർ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഹയർ ഹൈ ഫോം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും മാർക്കറ്റ് ആ ഏരിയയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഏരിയനെ വിളിക്കുന്ന പേരാണ് നമ്മുടെ ക്യൂമൽ പാറ്റേൺ എന്ന് പറയുന്നത്. ബേസിക്കലി ക്യൂമൽ പാറ്റേൺ കുറച്ചുകൂടെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് മാർക്കറ്റിൽ. ഞാൻ ബേസിക്കലി എടുക്കുന്നതിന് ആ ക്യൂമൽ പാറ്റേണിൻ്റെ ബേസിലാണ്. നമ്മൾ കൺഫർമേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു 15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 3 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നോക്കും. ഇൻ കേസ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്യാം, ഒരു ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യാം. അതാണ് നമ്മൾ കൺഫർമേഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് നമുക്ക് 5 മിനിറ്റ് ആണ് നമുക്ക് ഇത് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുന്നത് 1 മിനിറ്റ് കൺഫർമേഷൻ ആണ് നോക്കുക. പിന്നെ ഏറ്റവും കുറച്ച് പ്രോബബിലിറ്റി കൂടിയ ട്രേഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. ഇൻ കേസ് ഇത് താഴേക്ക് പിന്നെയും ബ്രേക്ക് ചെയ്തു, എഗെയിൻ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പിന്നെയും ഈ ഒരു നമ്മുടെ ക്യൂമലിൻ്റെ ഏരിയ ബ്രേക്ക് ചെയ്ത് പിന്നെയും മുകളിട്ട് പോകണമെങ്കിൽ അതൊരു ഹയർ പ്രോബിലിറ്റി ട്രേഡ് ആയിരിക്കും. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് 1:2 എന്ന രീതിയിലാണ് നമുക്ക് 5 മിനിറ്റ് ഫെയർ വാല്യൂ ഗ്യാപ്പിൽ നമ്മൾ റിസ്ക് റിവാർഡ് വെക്കുക. അപ്പം നമുക്ക് ഇവിടെ ഒരു ഇത് കിട്ടി, നമ്മൾ ഇവിടം വരെയാണ് കിട്ടുക. അതായത് ഇവിടെ നിന്ന് കൺസിഡർ ചെയ്യുന്ന ഇതൊരു ക്യൂമൽ ഏരിയ ആണെന്ന് മനസ്സിലായി. സോ നമ്മൾ ആ ഏരിയയിൽ നിന്ന് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുക. ഏരിയ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം റെഫറൻസിന് വേണ്ടി. ഈ ഏരിയ നമുക്ക് നോക്കേണ്ടത്. ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന രീതിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന രീതിയെ പറ്റിയിട്ട് നമ്മളൊന്ന് പഠിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സെഷൻ്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ, അപ്പം മാർക്കറ്റ് വീണ്ടും ഈ ഏരിയയിലേക്ക് വന്ന സമയത്തുള്ള ഒരു റിജക്ഷൻ കണ്ടല്ലോ. ഓക്കെ, ആ റിജക്ഷനിലേക്ക് നമ്മൾ ഡയറക്റ്റ്ലി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ എൻട്രി അപ്പോൾ എപ്പോഴും അവിടെയാണ്. ഇൻവേഴ്സ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ബ്രേക്ക് ആയി ആ ഏരിയയിലേക്ക് തന്നെ മാർക്ക് അവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഏറ്റവും തൊട്ടുള്ള ക്യാൻഡിലിലെ 2 പോയിന്റ് നമ്മൾ ബഫർ വെക്കുന്നു. ദാറ്റ് ഈസ് ഹിയർ 5.5, 7.5 ആണ് നമ്മുടെ ബഫർ എന്ന് പറയുന്നത്. നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 15 വെക്കുന്ന ടാർഗറ്റ് 1:2 ആണ്. അപ്പോൾ സിംപിളി നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് തന്നിട്ടുണ്ട്. ഇന്ന് കിട്ടിയൊരു 5 മിനിറ്റ് ക്യൂമലിൽ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇതാണ് ക്യൂമൽ പാറ്റേണിൻ്റെ ഒരു ബേസിക്കലി ഉള്ളൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതായത് ടൈം ഫ്രെയിം കൂടുന്തോറും നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ട്രേഡും അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ്ങും നമുക്ക് റിസ്ക് റിവാർഡും കുറച്ചുകൂടെ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഫിക്സഡ് റൂൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടുന്ന ക്യൂമലിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ സൈക്കോളജി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂമൽ പാറ്റേണിൽ കുറച്ചുകൂടെ നല്ല ട്രേഡ്സ് എടുക്കാൻ പറ്റും. സോ ഒരു 5 മിനിറ്റ് ക്യൂമലിലൊന്നും ഒരുപാട് എക്സ്പെക്ട് ചെയ്യരുത്. ഒരു മിനിമം ഒരു മാക്സിമം ഒരു 1:2 ഒക്കെ എടുത്തിട്ട് ഇറങ്ങുക. ഇതിനേക്കാൾ ചെറിയ ടൈം ഫ്രെയിമിലെ ക്യൂമലിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. മിനിമം ഒരു 5 മിനിറ്റിലെങ്കിലും ക്യൂമൽ ഫോം ചെയ്യുന്നുണ്ടോ നോക്കുക. 50 മിനിറ്റ് ഡിപ്പെൻഡബിൾ ആണ്, 30 മിനിറ്റ്സ് ഡിപ്പെൻഡബിൾ ആണ്, 1 hour, 4 hour, ഈവൻ 1 day ടൈം ഫ്രെയിംസ് പോലും ഡിപ്പെൻഡബിൾ ആണ്. ബട്ട് അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ വലിയ റിസ്ക് റിവാർഡ് അല്ലെങ്കിൽ വലിയൊരു ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. തൽക്കാലത്തേക്ക് 5 മിനിറ്റ് 15 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഒരു 30 മിനിറ്റ്സ് വരെയുള്ള സമയം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.